ഹായ് കൂട്ടുകാരെ, ഇന്ന് ഓണക്കാളനാണ് പരിചയപ്പെടുത്തുന്നത്. ഓണത്തിനുണ്ടാക്കുന്ന സ്വാദിഷ്ടമായ കാളൻ. അതിനായിട്ട് ഞാൻ വീട്ടിലുണ്ടായ ചേനയും വീട്ടിലുണ്ടായ കായയുമാണ് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അല്പം വലുപ്പത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക്, ഒരു 2.5 ടീസ്പൂൺ നല്ലോണം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കുരുമുളക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ആവശ്യമാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ഈ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ടത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു ഗ്ലാസ് വെള്ളം. ഇനി ഈ വെള്ളം നമ്മൾ അരിച്ചെടുത്തിട്ട് കുരുമുളകിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വേണം കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കുരുമുളകിൻ്റെ തൊലിയാണ് ഇത്, ധരിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഈ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൽച്ചട്ടിയിലാണ് കാളൻ വെക്കുന്നത്. ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കാളന് ആവശ്യമായ ഉപ്പും കൂടി. ഉപ്പ് പാകമായിരിക്കണം. ഇതിൻ്റെ തൈരിൻ്റെ പുളിയും പാകമായിരിക്കണം. നല്ല തൈര് വേണം ഉപയോഗിക്കാൻ, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇത് അധികം വേവരുത്, ഒരു 3/4 വേവേ പാടുകയുള്ളൂ. കാളൻ്റെ കഷ്ണങ്ങൾ വേവുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു വലിയ നാളികേരം മുഴുവനായും ചിരവിയെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും കൂടി. കൊഴുത്ത 1 ഗ്ലാസ് മോരാണ് മിക്സിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കറിവേപ്പിലയും. ഇല 2 എണ്ണം മാത്രം. ഒരുപാടിട്ടാലത് കയ്പ്പ് രസമായിരിക്കും. 2 ഇല മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നാളികേരം ചേർത്ത് കൊടുക്കാം. മോരിലാണ് ഈ നാളികേരം അരച്ചെടുക്കുന്നത്. കാരണം കാളൻ പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെള്ളം ഏറാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ 1 ഗ്ലാസ് മോരിൽ തന്നെ ഇത് ചതഞ്ഞു വന്നോളും. നന്നായിട്ട് അരയ്ക്കാനും പാടില്ല. മിക്സിയുടെ വലിയ ജാറിൽ തന്നെ അരയ്ക്കണം. മോര് നല്ല മോരായിരിക്കണം, പുളിയുള്ള മോരായിരിക്കണം. അപ്പോൾ വലിയൊരു ജാറിൽ അരയ്ക്കാൻ കാരണം ഇത് എല്ലാ ഭാഗവും ഒന്നിച്ച് ഇളകി യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. ഈ ഒരു പരുവത്തിലാണിത് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റ് പോലെ അരയൊന്നും വേണ്ട, എന്നാൽ അരയും വേണം. ഇതാണ് അതിൻ്റെ പാകം. ഇത് നമുക്ക് കാളൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കാളനെ കുറുക്കിയെടുക്കാം. കുറുക്ക് കാളനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം 3/4 ഭാഗം വെന്ത് കഴിഞ്ഞു. ഒന്നിങ്ങനെ കുത്തി ഉടയ്ക്കണം. നമുക്കത് വിളമ്പാനുള്ള സൗകര്യത്തിനാണ്. ഒന്നിങ്ങനെ കുത്തി ഉടച്ചു കഴിഞ്ഞാൽ അത് ഉടയും, എന്നാൽ വെന്ത് ഉടയാനും പാടില്ല. അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. കുരുമുളകൊക്കെ ഇതിന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർന്ന് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം പാടില്ല. അതിനാണ് ഞാൻ 1 ഗ്ലാസ് മോരിലിത് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മോരിന് പകരം തൈര് കൂടി ഉപയോഗിക്കാം കേട്ടോ. തൈരും നന്നായിരിക്കും. തൈരാണെങ്കിൽ നമുക്ക് അരയ്ക്കേണ്ട ആവശ്യമില്ല. അതിൽ പകർന്നു കൊടുത്തിട്ട് തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസും അരച്ചതിലേക്ക് ഇട്ടാൽ മതി. അപ്പം തന്നെ ഇത് ഏകദേശം കുറുകിക്കഴിഞ്ഞു. ഇനി നന്നായി അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാകമാകും വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൽച്ചട്ടിയിൽ വെക്കുന്നത് ഈ കാളൻ നന്നായിട്ട് കുറുകി കിട്ടാനാണ്. ഈ കാളൻ കൽച്ചട്ടിയിൽ വെക്കുമ്പോൾ അടി പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കണം. നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ 5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ 4 വറ്റൽ മുളകും 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഞാനിത് എൻ്റെ കാളനിലേക്കും എൻ്റെ കുറുക്ക് കാളനിലേക്കും
എൻ്റെ പുളിയിഞ്ചിയിലേക്കും ചേർത്തിട്ടാണ് വറുത്ത് കൂട്ടുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ അളവിൽ വറുത്തിടാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് പുളിയിഞ്ചിയിലേക്കും കാളനിലേക്കും ഇട്ട് കൊടുക്കാം. പുളിയിഞ്ചിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഇതൊക്കെ നമുക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് പാത്രങ്ങളിലേക്ക് മാറ്റാം. ഇനി കാളൻ ഒരു 10 മിനിറ്റ് ഇരുന്ന ശേഷമാണ്, ഈ കൽച്ചട്ടിയിൽ ഇരുന്ന ശേഷമാണ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നത്. നല്ലോണം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് മാറ്റി ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇലയിൽ നമ്മൾ വിളമ്പുമ്പോൾ കാളൻ ഒലിച്ചു പോകരുത്. അതുകൊണ്ടാണ് കാളൻ ഇത്രയും കുറുക്കിയെടുക്കുന്നത്. ഇത് ഒരാഴ്ച വരെ ഒരു കേടുകൂടാതെ ഇരിക്കും. ഒരു ടേസ്റ്റ് വ്യത്യാസം പോലും ഉണ്ടാവില്ല കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്. മോര് നല്ലതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രൈ ചെയ്യൂ.